എന്തുവാണാവോ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഇതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ശരിയാവില്ല എന്റെ തക്കിളി. അപ്പൊ രാഗി ആൻറ്റി ഉണ്ടാക്കണോ? രാഗി ആൻറ്റി എപ്പോഴും ഇങ്ങനത്തെ ഉണ്ടാക്കണോ? അവര് ദുബായിൽ ജീവിച്ചവരല്ലേ, അവർ ഉണ്ടാക്കി അങ്ങനെ ആവും. അമ്മ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആവും. ഞാൻ പറഞ്ഞു ഈ ക്യാപ്സിക്കം ഏതാണ്ട് ഇങ്ങനെ ചുമന്നൊക്കെ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല. ക്യാപ്സിക്കോ? എന്റെ ദൈവമേ, അത് ക്യാരറ്റാ. ഞാൻ ഈ എണ്ണ കുഞ്ഞി മൂത്തോണ്ട് നീ അല്ലേ പറഞ്ഞ ക്യാപ്സിക്കം ഇടാൻ? സ്കിപ്പ് ചെയ്തടാ. അയ്യോ അപ്പൊ സാറിൽ ഇതും കൂടി അങ്ങ് ഇടാം. ആ അത് മതി. ദൈവത്തിന് അറിയാം ഇതിങ്ങനെ കണ്ടമുണ്ടോക്കെ അരിഞ്ഞേക്കണ ദൈവമേ. അപ്പൊ ഇപ്പൊ ഈ ഇത് അടുത്തത് എന്താ ചെയ്യണ്ടേന്ന് പറ. ഇപ്പൊ ഈ ക്യാപ്സിക്കം കരിഞ്ഞു. ബഫറിങ് എന്തെന്ന് കറങ്ങണ വരണില്ല. കറക്കം നിർത്ത്, എന്നിട്ട് പറയാ എങ്ങനെ നിർത്തണേ? ഈ ഡാഡിനെ പൊട്ട ഫോണിൽ നെറ്റ് എന്റെ ഫോൺ അവിടെ ഇരുന്നേ. ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുക്കരുത് കേട്ടാ. അത് എന്തോന്ന്? ഞങ്ങൾക്ക് വെജ് സ്ലീക്ക് നീ ഒരു സ്ലീക്കും ഉണ്ടാക്കണ്ട. നിനക്ക് അല്ലാതെ വല്ല ഉണ്ടാക്കാൻ അറിയെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. കളിക്കരുത് കേട്ടോ. നീയാണ് ഇതെല്ലാം എടുത്തു വെച്ചിട്ട്. ചിമ്മയ്ക്ക് ഒന്നാമത് കുറച്ച് നെറ്റ് ഞാൻ ചാർജ് ചെയ്യണം. എടി പ്രസിഡന്റ് അവരൊക്കെ വിളിച്ച് ഞങ്ങളിപ്പോ മീറ്റിംഗ് അല്ല ഇതിലൂടെയാണ്. അത് ചീത്തായി പോട്ടെ. നിനക്ക് ബാക്കി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നീ കണ്ടുപിടിക്കും. കളിക്കരുത് കേട്ടോ. ഫോൺ എടുക്കണം. ലോക്ക് ചെയ്ത് വെച്ചേക്ക. ഈ പാസ്വേഡ് വെച്ചാൽ തുറക്കുമോ? അതാ തുറക്കുന്നത്. എന്നെ പഠിപ്പിക്കുന്നത് വെറുതെ അടി. അമ്മ അങ്ങനെ അടിക്കില്ലേ? എന്തോ അമ്മയെ അമ്മ ഇത് നമ്പർ അല്ലേ? ആ പാസ്വേഡ് ചാർജ് ചെയ്യണവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും തമാശയാണ്. എന്ത് കാഴ്ചയാണ് വന്നിരിക്കുന്ന രണ്ടാളും കൂടെ? ഒരു വട്ടവും ഇല്ല, രണ്ടു വട്ടവും ഇല്ല. ഒരു കഷ്ടമില്ല. ഒന്നാമത് അത് അല്പായുസായിട്ടിരിക്കുക. ഏത് നിമിഷം മരിക്കുക. ആ കണക്കിനുള്ള സാധനം. ഞാൻ ഒരു കണക്കിന് അത് കൊണ്ടു കിടക്കണം. 24 മണിക്കൂർ നിങ്ങളത് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് അതുകൊണ്ടല്ലേ അത് ചീത്തായി പോയത്. ഞങ്ങളല്ലാതെ അതിനകത്ത് നോക്കാനൊന്നും വന്നില്ലല്ലോ. ഓരോ പെണ്ണുങ്ങള് ഭർത്താവ് എന്താ ഫോണിൽ ചെയ്യണേന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അതിന് പുറകൊന്നും വരുന്നില്ലല്ലോ. ഒന്ന് ഫോൺ തരാൻ പറഞ്ഞിട്ട് ഇത്ര മാത്രം വെയിറ്റ് ഇടണേ എന്തിനാ നിങ്ങള്? ഇത് നോക്കണമെങ്കിൽ ആദ്യം കുറച്ച് വിവരവും വിദ്യാഭ്യാസവും വേണം. അല്ലാതെ ചുമ്മാ കണ്ട കാതറ കുതിരകളൊന്നും ഇതൊന്നും നോക്കാൻ പറ്റൂല. ഓ അപ്പൊ എനിക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. സംശയമുണ്ടോ ആ കാര്യത്തില്? നിങ്ങളെ വിശ്വാസം ഉണ്ടായിട്ടല്ല അല്ലേ? എന്നാൽ ഇനി മുതൽ എനിക്ക് നിങ്ങളുടെ ഫോൺ കാണണം. കണ്ടോ? അത് ലോക്ക് അഴിക്കി. ഓ അതാണ് പ്രശ്നം. ലോക്ക് അഴിക്കി ഞാൻ നോക്കട്ടെ. ഇനി മുതലാക്കണ്ട. നീ ഇപ്പൊ മുതൽ തന്നെ കണ്ടോ? അല്ലേ ഇപ്പൊ ഇത്ര കാണാതിരിക്കുന്നു. എന്താ നിങ്ങൾ തരില്ലാത്തത്? നോക്കിക്കോ, ഞാൻ മേടിക്കും. നിങ്ങളുടെ ഫോൺ എടുക്കണേണ്ടല്ലേ നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കരുത്. ഞാൻ സ്വന്തമായിട്ട് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കൊന്നും വേണ്ടല്ലോ. എടി നീ വാങ്ങിക്കണേന് കുഴപ്പമില്ല. അത് തുറന്നൊക്കെ നോക്കണമെങ്കിൽ കുറച്ച് അറിവും വിവരവും വേണം. പിന്നെ ഇപ്പൊ എന്റെ കൊച്ചുള്ളതുകൊണ്ട് ചിലപ്പോ അതൊക്കെ നടന്നിരിക്കും. നിങ്ങളെ മാത്രം കൊച്ചൊന്നും അല്ല. ആയിക്കോട്ടെ. കൊള്ളാമോ ഡാഡി? കൊള്ളൂല. ഓ വാങ്ങിക്കപ്പോഴേ ആപ്പിളിന്റെ ഫോൺ വാങ്ങിക്കണം. ആപ്പിളിന്റെ തിന്നണ ആപ്പിളല്ല, ആപ്പിൾ ഐഫോൺ കണ്ടിട്ടൊക്കെ ഉണ്ട് അത്. ഓ പിന്നെ ഐഫോൺ കമ്പനിയിലെ കൊച്ചുമോളല്ലേ. ഈ ഹവിൽദാർ പട്ടാളത്തിലായിരുന്നു അതോ ഫോൺ കമ്പനിയിലായിരുന്നു? ഒന്നുമില്ല, ഓടി അവിടെ നിന്ന്. നീയാണ് അമ്മയെ വഷളാക്കണത്. ആവശ്യമില്ലാതെ തന്നെ. അമ്മേ നീ എന്നേ എനിക്ക് പാസ്വേഡ് കിട്ടി. എന്താ? 2 അക്ഷരേ ഉള്ളൂ. 2 അക്ഷരം? എന്ത്? എയും എസും. കഴുതാന്നല്ലേ അതിന് 2 എസ് ഇല്ലേ അമ്മ? ഇതൊരു എസ് ഇല്ലേ? സാറേ കുറഞ്ഞ മാരുതിയാണെങ്കിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർ പ്രമോദ് സാറിന്റെ വൈഫിനൊരു വണ്ടി വേണം കൈ തെളിയാനേ. അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നോക്ക്. അത് നീ നോക്കിട്ട് വിളിക്കും. അത് നമുക്ക് കച്ചവടം നടത്താം. അമ്മ പുതിയ ടച്ച് ഫോൺ വാങ്ങി. ടച്ച് ഫോൺ വാങ്ങിച്ചാ?
സൂപ്പർ ഫോൺ. ഒരു മിനിറ്റ് ഇപ്പൊ നില്ല, ഞാൻ ഇപ്പൊ ഒരു കാര്യം നല്ല കളറല്ലേ? കിട്ടില്ല ഫോണിലാണ്. ചീത്ത കളറുണ്ടാവും. ഇതങ്ങനെ കരക്കാർക്ക് കൊടുക്കേണ്ട ഫോണൊന്നല്ല. വാ, രാഗി ആന്റി വന്നതാ. അത് ഈ രാഗി ആന്റി ആരോ വന്നപ്പോ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഗിഫ്റ്റ് കൊടുത്തതാണ്. അമ്മരി പൊട്ട ഫോൺ കണ്ടിട്ട് രാഗി ആന്റി കൊടുത്തു അമ്മക്ക്. പക്ഷെ കിടിലൻ ഫോൺ ഡാഡി. വാ കാണിച്ചു തരാം. വാ, കിടിലൻ ഫോൺ. ഇപ്പൊ പുതിയതാ, അവിടുത്തെ പുതിയതാ. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതാണ് ക്യാമറ. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി അറിവും വിവരവും വിദ്യാഭ്യാസവും കൂടെ വേണം. ലോക്കൽ സാധനമാണല്ലോ, കവറിൽ എഴുത്ത് കുത്തൊന്നുമില്ല, പൊട്ടി തെറിക്കും കേട്ടോ. ഇങ്ങനെ ചുമ്മാ ഇട്ട് കുത്താൻ ഇത് വെറ്റിലേയും ചുണ്ണാമ്പൊന്നുമല്ല, നഖം അറിഞ്ഞു തീരും. അഭിപ്രായം ചോദിച്ചില്ലല്ലോ, പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഫിംഗർ പ്രിന്റ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. എന്തോ ഫിംഗർ പ്രിന്റ് കേട്ടിട്ടുണ്ടാവില്ല. ഭയങ്കര സംഭവം. വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിക്കോ, ഞാനൊന്നും പറയൊന്നുമില്ല. വേണ്ട പൊന്നെ, വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് ഇതൊക്കെ മതി. ഞങ്ങളുടെ ഇതില് ഹാപ്പിയാണ് ഞങ്ങള് കേട്ടോ. ഓ, ഒരു ഫോട്ടോ എടുത്ത്. കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. ആ മാല കോർത്ത് ഞാൻ എന്റെ മേത്തിടും. ചായ കിട്ടുമോ? ചായ ഒന്നും കിട്ടൂല. എനിക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫോട്ടോ വേണോ? വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് സ്വന്തമായിട്ട് ഫോണുള്ളപ്പോ നമ്മൾ ആരെ നോക്കാനാ? ഇതാ ക്ലോക്കാ മറ്റേത്. ഞാൻ പഠിച്ചു കഴിയുമ്പോ ശരിയാവും. കണ്ടോ? ആഹാ, എന്ത് രസമല്ലേ തക്കളി. സൂപ്പർ ഫോട്ടോ ഒക്കെ നല്ല മിന്നിരിക്കുന്നു. മറ്റേ യൂട്യൂബൊക്കെ ഒന്ന് എടുത്ത മോനെ. അങ്ങനെ ഫോട്ടോ എടുത്താലേ ഈ മുഖമല്ലേ അങ്ങനെ അല്ല, മുഖം മാറ്റാവുന്ന അതുണ്ട് എന്റെ ഫോണിൽ. ഫോട്ടോ എടുക്കുകയാണെങ്കിലേ ഡാഡിയുടെ അലമാരയിൽ ഇങ്ങനെ ടോർച്ചും കൂടെ കത്തിച്ചു വെച്ചോ. ഈ ഫോണില് ഫ്ലാഷ് ഉണ്ട്. അയ്യോ, ഈ മുഖം ഒന്ന് കിട്ടണമെങ്കിൽ ആ ഫ്ലാഷ് പോരാ. ഉത്സവപ്പറമ്പ് വെക്കണം, മറ്റേ വലിയ ലൈറ്റ് തന്നെ വേണം. തങ്കം, തങ്കം. എന്തോ ഓ, ചെറുതാക്കിയത് പിന്നെ മൈക്രോസിം മൈക്രോസിം വേണ്ട. കുഞ്ഞ് ഇതെന്റെ സിമ്മാണോ? അയ്യോ, പാവം തോന്നുന്നു. വലിയ ഫോണിൽ ഇടാൻ പറ്റൂല. വലിയ സിം അല്ല, സോറി, വലിയ സിം ഇതിലിടാൻ പറ്റൂല. മകളെ, ഇതിന്റെ കൂടെ ഒരു പിന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ആ ബോക്സിനകത്താണ്. നോക്കട്ടെ. ഇതേ 3 മാസത്തേക്ക് നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട്. 1 GB വെച്ച്, ഒരു ദിവസം 1 GB വെച്ച് എങ്ങനെയാണോ ഉപയോഗിക്കാം. പിന്നെ സിനിമ ഉണ്ട്, പിന്നെ വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇതെല്ലാം കിടക്കായിരുന്നു. പിന്നെ ഫോൺ ഫേസ്ബുക്ക് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അവള് പഠിപ്പിച്ചു തരും. ഇതൊക്കെ ആശാത്തിയല്ലേ, ഞാൻ പഠിപ്പിച്ചു തരും. ഓ കാണാനില്ലോ. അയ്യോ, അതെവിടെ മക്കളെ? ഇതൊന്നും ചെയ്യാൻ പറ്റോ? പുതിയ ഫോണിന്റെ ആ സാധനം കണ്ടില്ല പറഞ്ഞ അത് ശരിക്കും നോക്ക് തക്കളി മോളെ. എന്റെ കയ്യിൽ നിന്ന് താഴെ പോയാണോ? അതുകൊണ്ട് പറ്റുമോ? ചിലപ്പോ ഇല്ലാതാവുകയാണെങ്കിൽ തക്കളി എവിടെ പോയത്? എവിടെ വെച്ച? എന്റെ കയ്യിൽ നിന്ന് താഴെ പോയൊന്നും കാണാനില്ലത്. കുഴപ്പമൊന്നും വരില്ല തോന്നുന്നു. ഓക്കെ, ഇത് ശരിയായിട്ടാണ് യൂട്യൂബിൽ നോക്കി പഠിക്കാം. അതിന്റെ ഉള്ളിൽ ഒരു സാധനം നീണ്ടു വരുന്നത്. വെക്കാതിരിച്ച് അത് കൊള്ളാല്ലേ? ക്ലീറ്റോന്റെ ഫോണിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ഫോൺ ഇതുണ്ട്, വേറെ സിം. അത് പഴയ ഫോണല്ലേ. അമ്പിളിക്കൊണ്ട് തന്നെ ഇതെല്ലാം അറിയാം അല്ലേ? ഇതൊക്കെ എന്താ ചേച്ചിക്ക് മാത്രം അറിയാത്തുള്ളൂ. ഏത് നേരം അടുക്കള പണിയായിട്ട് നടന്നാ പോരാ. ഇനിയിപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റുമോ? പിന്നെ ഇനി വിളിക്കാം, ഫോൺ ചെയ്യാം, നെറ്റ് എടുക്കാം, എല്ലാം ചെയ്യാം. ഈ സിം കളഞ്ഞു ചേച്ചി നമുക്ക് ഒരുമിച്ച് യൂട്യൂബ് നോക്കി കുക്കറി ക്ലാസ് പഠിക്കണേ. കുക്കിംഗ് ഒക്കെ എനിക്കും പഠിപ്പിച്ചു തരണേ. അപ്പൊ ക്ലീറ്ററുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തോ ഈ യൂട്യൂബ് നോക്കിയില് കുക്ക് ചെയ്യണത് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ. നല്ല ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന എല്ലാം പഠിപ്പിച്ചോളൂ. എനിക്ക് ഒരു കാര്യമുണ്ട്. എനിക്ക് എനിക്കൊരു ഫോട്ടോ എടുക്കണം, നമ്മളെല്ലാരും കൂടി. ഞാൻ എടുക്കാം. സെൽഫി എടുക്ക്.
ഇങ്ങോട്ട് ഇവിടെ ഇരി. ആ വെയിറ്റ് അമ്മ നേരത്തെ ക്യാമറ ക്ലോക്കി കുത്തി. എവിടെ ഇതല്ല ദാ ഇത് ക്യാമറ എന്നെയും കൂടെ ഞാനും ബ്യൂട്ടി ചേച്ചി ബ്യൂട്ടിയിൽ ഇന്നലെ വരാത്ത നമ്മളില്ലല്ലോ. പുതിയ ഫോണായതുകൊണ്ടാവുമല്ലേ ഇത്ര സ്പീഡ്? അത് ഇത് 4G ഫോണല്ലേ, ഇത് 3G ആ. ഡേയ്, നിനക്ക് പഠിക്കാവുന്നില്ലേ? ഞാൻ എല്ലാം ചെയ്തു. ഓ എല്ലാം ചെയ്തു. ഹോംവർക്ക് ചെയ്തു, പഠിച്ചു, ടെസ്റ്റ് വായിച്ചു. ഓ ഇനിയിപ്പോ മാർച്ചിൽ അവസാന വർഷത്തെ പരീക്ഷ എഴുതാൻ പോയാൽ മതി അല്ലേ? അല്ല ഇതുവരെ പഠിപ്പിച്ചോട്ട്. മാർക്ക് വരുന്നത് കാണുന്നുണ്ട് കേട്ടാ. ഭയങ്കര വിശേഷം തന്നെ. അപ്പുറം നിറങ്ങിക്കൊണ്ടങ്ങ് നടക്കണം. അമ്മയുടെ മോൻ ഒരു അരമണിക്കൂർ ഇരുന്ന് പഠിക്കണം. 1 മണിക്കൂറോ? അത് മതി. അരമണിക്കൂർ പഠിച്ചിട്ട് നമ്മള് പിന്നെ യൂട്യൂബിൽ സിനിമ കാണും, ഗെയിംസ് കളിക്കും. നമ്മുടെ പുതിയ ഫോണില് 4G എന്ന് പറഞ്ഞ അതായതുകൊണ്ട് നല്ല സ്പീഡ് കിട്ടും. ഓക്കെ, പഠിച്ചു. ടെക്സ്റ്റ് ബുക്ക് മാത്രം മതി, അത് മതി. ഓക്കെ. നമ്മള് ഫോണിലാ ഫുൾ ടൈം. നമ്മളിന്ന് പൊളിക്കും. എന്ത് രസം എന്റെ ഫോൺ കാണാൻ. നല്ല നീല കളറ്. എന്റെ ഭാഗ്യം ഇങ്ങനെ ഒരു ഫോൺ കിട്ടിയത്. കളിക്കണത് എവിടെയാന്ന് പറഞ്ഞു? ഒരു മിനിറ്റ് ഇവിടെ എന്താണ്ട് വന്ന്. വാട്സപ്പ് അതെടു. എവിടെ നമുക്ക് വത്സല ചേച്ചി. അമത്ത് എന്റെ തങ്കം, ഞാൻ അങ്ങനെ അവിടെ നിന്ന് മെല്ലെ അവളെ വീട്ടിന്റെ പുറകുവശത്തൂടെ പോയപ്പോ ഉണ്ടല്ലോ, അവള് കിണറ്റിന്റെ അവിടെ നിക്കണ്. എന്നെ കണ്ടപ്പോ ഒരു പരിങ്കലും വെപ്രാളമൊക്കെ. ഞാൻ ചോദിച്ചു എന്തടീന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചപ്പോ അവളൊന്നും മിണ്ടണില്ല. പെട്ടെന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ, അവളെ കെട്ടിയ കുളിമുറിക്കകത്ത് ഇറങ്ങി അല്ല ഇതാരത്താ പറയണേ? അയ്യോ ഇതിന്റെ അകത്ത് അമർത്തി പിടിക്കണം. ഇവിടെ ഇനി പറ. കഴിഞ്ഞില്ലേ? കേട്ടോട്ടോ, രാവിലെ സ്കൂളിൽ പോണ്ടേ? ചേച്ചി ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഓഫ് ചെയ്ത് വെക്കോ. മനുഷ്യന് ഉറങ്ങാനുള്ള സമയമായി. എന്തോന്ന് മൊബൈൽ കിട്ടിന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ? തക്കളി കിടന്ന് ഉറങ്ങി അങ്ങോട്ട് നീക്ക്. ഇതാരാന്നാവോ ഇത്? ഓക്കെ, മറ്റേ ചേച്ചിയുടെ ഞെക്കട്ടെ. എന്നുവെച്ചാ എന്തോ ഉറങ്ങാത്ത ഓൺലൈനില് നെറ്റ് ഓണല്ലേ, അപ്പൊ അവർക്ക് അറിയാൻ പറ്റും നമ്മള് വാട്സപ്പ്. ഞാൻ ചാറ്റിങ്ങിലാടോ. ചേച്ചിയാ ഉറങ്ങില്ലേ? എന്ത് രസല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഡാഡി അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ, നെക്കി പിടിച്ചിരിക്കാൻ വിടണില്ല. അമ്മേ മോളും കൂടെ അതൊക്കെ നോക്കിയിരിക്കും. ചെവി കേൾക്കണം, അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കും. ശബ്ദം കേൾക്കരുത്, ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ട. എടുത്തോ? റെക്കോർഡിംഗ്. അതെന്താ എന്നുവെച്ചാ ഇങ്ങനെ അമർത്തി പിടിച്ച് സംസാരിച്ചോണ്ടിരിക്ക. അയക്കട്ടെ ചേച്ചിയാ? ഞങ്ങൾ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ടേ ഉറങ്ങണുള്ളൂ. ഇവിടെ ഞാനും തക്കളിയും കൂടി കളിക്കാ ഫോണില്. അതെ, ഈ ലൈറ്റ് കെടുത്തണുണ്ടോ? ലൈറ്റ് കെടുത്താൻ പാടില്ലേ? ലൈറ്റ് കെടുത്താൻ പാടില്ല. ഇത് നോക്കി ഇവിടെ പാടാൻ വെച്ചോണ്ടിരുന്ന എന്റെ അത് ഹലോ ഹലോ ഡേ സുഖാണോ? ഉറങ്ങാൻ പോവാ.
ഒക്കെ ബിജു സാറും അമ്പിളിക്കുട്ടൻ ചേട്ടൻ കൂടി പോയപ്പോഴാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്. അമ്പിളിക്കുട്ടൻ ചേട്ടൻ തീട്ടി ഒരൊറ്റ വീഴ്ച വീഴും. കുറെ നേരമായി മനുഷ്യൻ പറയാൻ തുടങ്ങിയിട്ട്. അല്ല ഇതിന്റെ കൂടെ ഓഫ് ചെയ്തിട്ട് കിടക്കാൻ നോക്കും. നേരമായി. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് വേറെ ജോലി കൂടി. ഇത് ചീപ്പെടുത്ത്. ചെയ്യാൻ പറ്റൂലല്ലോ. ഫോൺ ആരെടുത്ത്? ഞാൻ ചീപ്പല്ലേ എടുത്തത്. എടുത്താലും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ അത് ലോക്കാണ്. ഓ പാസ്വേഡ് അടിക്കണം. ആ അയ്യോ ആർക്ക് വേണം ഈ ചവറ സാധനം? ആ മനുഷ്യന് തൊടണ്ട. മുടി പോകാൻ ചീപ്പ് എടുക്കാൻ പാടില്ലെന്ന് വെച്ചാ. അമ്മ ആ ഒരു മിനിറ്റ് ചോറെടുക്കട്ടെ. അതെ നിങ്ങളുടെ ക്യാൻറ്റീനില് നല്ല സിപ്പപ്പ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ സൂപ്പറാണ്. 5 രൂപ ഉള്ളൂ. എത്ര ഉള്ളൂ? പിന്നെ ഒരെണ്ണത്തിന് ഒരു സിപ്പപ്പിന് 5 രൂപ. ആ ബുക്കൊക്കെ എടുത്ത് വെച്ചോടി. സിപ്പപ്പ് കുടിച്ചു. എടുത്ത് തരണ്ട. പിന്നെ ഈ പാസ്വേഡ് എത്രയാണ്? അമ്മയുടെ ഫോണിന്റെ പാസ്വേഡ് എത്രയാണ്? മോളെ മറ്റേ പെൻസിലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? നിക്ക്, ചോറെടുക്കട്ടെ. സ്ഥലം സ്ഥലം ഇല്ല. സ്ഥലമില്ലാന്ന് ഒരു ചോറുണ്ടാവൂല്ലേ എല്ലാരും? വലിയൊരു വാസന. ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ക്യാൻറ്റീനിലൊന്നും പോയി ആവശ്യമില്ലാത്തൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. കൂട്ടുകാരികളുണ്ടല്ലോ അവൾക്ക്. നേരത്തെ തന്നെ നമുക്ക് പുതിയ ഫോണിൽ കളിക്കണ്ടേ? ഹലോ ഡാഡിയെ തവിട് കൊടുത്ത് വാങ്ങിച്ചൊന്നും അല്ലല്ലോ. സൈഡിൽ കൂടി പോണേ. പുതിയ ഫോൺ വന്നതിന്റെ തോന്നുന്നു. പണിയൊക്കെ വേഗം തീരുന്നുണ്ട്. അലക്കൊക്കെ വേഗം കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും നല്ലതല്ല. എന്ത്? ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ ഉടനെ അതങ്ങോട്ട് വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് അത് വലിയ അഭിമാനമായിട്ടൊന്നും കരുതല്ലേ. അതാരുമല്ല, ആരെങ്കിലും അല്ലല്ലോ, നമ്മുടെ രാഗിമോളല്ലേ. നാളെ അവരുണ്ടല്ലോ നോട്ടീസ് അടിച്ചുകൊണ്ട് നടക്കും. ഞങ്ങൾ ഇവിടുത്തെ ഫോണാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. എന്തിനാ നാണക്കേട് കേൾക്കാനായിട്ട്? ഇപ്പൊ അത് എടുക്കാൻ പറ്റാഞ്ഞിട്ടാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കോ. ആർക്ക്? എനിക്ക് വേണ്ട, എനിക്കിതാ എൻ്റെ കയ്യിൽ എൻ്റെ ഫോണുണ്ട്, എനിക്കിത് മതി. ഓ ഞാൻ ഫോണ് പാസ്വേഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തോന്ന് പാസ്വേഡ്? 3355. എന്റെ ക്ലീറ്റോന്റെ മുഖം ഈ കടന്നിൽ കുത്തിയോണ്ടിരിക്കണം എന്താന്ന് എനിക്കറിയാം. അയ്യോ എൻ്റെ മുഖം പണ്ടേ ഇങ്ങനെ തന്നെയാണേ. ഒന്നുമല്ല, ഞാനിപ്പോ ആ ഫോണ് പാസ്വേഡ് ഇട്ട് വെച്ചിട്ടല്ലേ നിങ്ങക്ക് കുഴപ്പമായത്? ആര് പറഞ്ഞു? എന്തിന്? നീ പാസ്വേഡോ അതിന് മറ്റേ പൂട്ടനാക്കോലിട്ട് പൂട്ടി വെച്ചാലേ എനിക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? പാസ്വേഡ് ഇടാം, വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോഴാണ് കുറ്റം. ഞാൻ നിന്നോട് വല്ല കുറ്റവും പറഞ്ഞോ? എന്തിനാ പറയണ? മുഖം കണ്ടാൽ അറിയാലോ. കർത്താവേ, ഒരു രീതിയിൽ എന്ത് ഞാനെന്തോന്ന് ഫോണ് കണ്ടിട്ടില്ലേ? എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് അത്ര നല്ല കാര്യമല്ല. എന്ത്? ഒരുത്തി അവതാര്യം പോലെ കൊണ്ടു തന്നത് ഇനി അത് നാട് മൊത്തം പബ്ലിസിറ്റി ചെയ്ത് നടക്കും. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഈ ഫോണിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇല്ലല്ലോ, എന്നാ പിന്നെ അതങ്ങ് തിരിച്ചു കൊടുക്കുക. എന്തിനാ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട്? എന്തിനാ തിരിച്ചു കൊടുക്കണത്? എനിക്കൊരു ഫോണുണ്ട്. നിനക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ കുന്തം? ഒന്നാമത് ഇതൊന്നും നമ്മളെ കൈക്ക് പറ്റിയതല്ല. എനിക്ക് തന്നതാണെങ്കിലല്ലേ ഞാൻ തിരിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെന്താ അവള് നോക്കാൻ തന്നാണ്? നോക്കാൻ തന്നാണെങ്കിൽ തിരിച്ചാൽ കൊടുക്ക്. ഈ വീട്ടിൽ ഞാൻ മാത്രമാണ് ഉള്ളൂ. തക്കളി പോണെന്നും കൊണ്ട് നടക്കാനുള്ള പ്രായമായില്ല. അത് വേണ്ട, അങ്ങ് കൊടുക്ക. തങ്ക ഉള്ള കാര്യം ഞാൻ പറയാം. വെറുതെ അതിനെ ഇവിടെ ഒന്നും കൊണ്ടിടണ്ട. ഇവിടെ അത് വേണ്ട. എന്റെ ക്ലീറ്റോ, എനിക്ക് എന്തിനാ തക്കളിക്ക്? എന്തിനാ? നിങ്ങക്ക് തന്ന ഫോണാ. എനിക്കാ? ആ
ക്ലീറ്റോന്റെ ഫോണ് കേടാണെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഒരു ദിവസം സംസാരിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു, ശ്ശേ. അവളുടെ ഗൾഫിൽ നിന്ന് ആരോ വന്നപ്പോഴത്തേനും അവൾക്ക് കൊടുത്ത ഫോണാ, അവൾക്ക് ഫോൺ ഉണ്ട്, അവര് ക്ലീറ്റോ എടുത്തോളാൻ പറഞ്ഞു. അപ്പം രാഗി ഇച്ചിരി പൊങ്ങച്ചൊക്കെ ആണെങ്കിലും സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര. പിന്നെ എന്താ വെച്ചാലും ഒരു കാര്യം, ഒരാളിന് ഒരു ഗിഫ്റ്റ് തരുമ്പോ അത് വിളിച്ച് ക്ലീറ്റോ ചേട്ടാ ഇതാ എന്ന് പറഞ്ഞ് തന്നതല്ലേ എൻ്റെ ഒരു മര്യാദ. തന്നെ സ്നേഹത്തിലാ തന്നത്. ഞാൻ ക്ലീറ്റോനെ വട്ടാക്കാൻ വേണ്ടിയിട്ട് 2 ദിവസത്തേക്ക് കാണിച്ചതേ ഉള്ളൂ. ക്ലീറ്റോനോട് പറയണ്ടാന്ന്. കണ്ട ഞാൻ ആ കൊച്ചിനെ തെറ്റിദ്ധരിച്ചില്ലേ? അത് എനിക്കറിയാം. അതിന് മറ്റേ ഇച്ചിരി കുഴപ്പക്കാരനാണെങ്കിൽ ആ കൊച്ചു അങ്ങനെയൊന്നുമില്ല, ഇച്ചിരി ഭർത്താലോ എന്നുള്ളതേ ഉള്ളൂ. കള്ള ക്ലീറ്റോ, വാ വന്ന് ഫോൺ എടുത്താ. ക്ലീറ്റോന്റെ കാര്യം ഒന്നുമില്ല. ഫോൺ ഇവിടെ വെച്ചത് കണ്ടോ? ഫോൺ കണ്ടോ? ഇവിടെ വെച്ചത് കാണുന്നില്ല. ഞാൻ കണ്ടില്ല. Alien versus Alien.